നമസ്കാരം. മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടിയാണ് മഞ്ജു വാര്യർ. മലയാളത്തിന്റെ ലേഡി സൂപ്പർ സ്റ്റാർ മാത്രമല്ല, ഇന്ന് തെന്നിന്ത്യയുടെ ലേഡി സൂപ്പർ സ്റ്റാർ കൂടിയാണ് മഞ്ജു വാര്യർ. മഞ്ജു വാര്യർ മകൾ മീനാക്ഷിയുടെ ബന്ധം ഇന്ന് മലയാളി പ്രേക്ഷകർ ഏറെ ചർച്ച ചെയ്യുന്ന വിഷയമാണ്. സിനിമയിലേക്ക് എത്തിയില്ലെങ്കിലും മീനാക്ഷി ദിലീപ് സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. മാത്രമല്ല, ആരാധകർക്കേറെ ഇഷ്ടമുള്ള താരപുത്രി കൂടിയാണ് മീനാക്ഷി. മകൾ പങ്കുവയ്ക്കുന്ന ഫോട്ടോകൾക്കെല്ലാം മഞ്ജു വാര്യർ ലൈക്കുമായി എത്താറുണ്ട്. ഈ അടുത്ത കാലത്തായി മീനാക്ഷി പങ്കുവെച്ച ഫോട്ടോയ്ക്കൊക്കെ ആദ്യം ലൈക്ക് ചെയ്തത് മഞ്ജു വാര്യർ തന്നെയായിരുന്നു. മകളോടുള്ള ഇഷ്ടം അമ്മ പ്രകടിപ്പിക്കുന്നത് ഈ തരത്തിൽ തന്നെയായിരുന്നു. മാത്രമല്ല, ഈ അടുത്ത് തന്നെയായിരുന്നു മീനാക്ഷിയെ മഞ്ജു വാര്യർ ഫോളോ ചെയ്തതും. എന്തൊക്കെ പറഞ്ഞാലും മഞ്ജു വാര്യർ സമ്പാദിച്ചു കൂട്ടുന്നതെല്ലാം മീനാക്ഷിക്ക് ഉള്ളത് തന്നെയാണ്. ദിലീപിന്റെയും മഞ്ജു വാര്യരുടെയും ഏക മകളാണ് മീനാക്ഷി. ബാല അമൃത വിഷയം സോഷ്യൽ മീഡിയയിൽ കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന സമയത്താണ് മഞ്ജു വാര്യർ ദിലീപ് വിവാഹമോചനം കൂടി ചർച്ചയായത്. ഒരു കാലത്ത് അത്രയേറെ സ്നേഹിച്ച് രണ്ടുപേർ വേർപിരിഞ്ഞപ്പോഴും ആ രഹസ്യം ഞങ്ങളിൽ തന്നെ ഒതുങ്ങട്ടെ എന്നാണ് ഇരുവരും പറഞ്ഞതും. ഇന്നും ഇരുവർക്കും അവരുടെ കുടുംബത്തിനും മാത്രമാണ് ആ രഹസ്യം അറിയുന്നതും. കുറച്ച് സിനിമകൾ മാത്രമാണ് മഞ്ജു വാര്യർ തുടക്ക സമയത്ത് ചെയ്തതെങ്കിലും നല്ല പ്രതിഫലം തന്നെ മഞ്ജു നേടിയിരുന്നു. കേരളത്തിനും ഇന്ത്യക്കകത്തും പുറത്തുമായി നിരവധി ഷോകളും മഞ്ജു ആദ്യകാലങ്ങളിൽ ചെയ്തിരുന്നു. അത്രത്തോളം സാമ്പത്തിക ഭദ്രത ഉണ്ടായിരുന്ന ആളുകൂടിയാണ് മഞ്ജു വാര്യർ. എന്നാൽ വിവാഹമോചന സമയത്താണ് ഇരുവരും സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് കൂടി ചർച്ചകൾ നടന്നത്. പുള്ളിലെ വീട്ടിലേക്ക് വരുമ്പോൾ മഞ്ജു എല്ലാം വിട്ടുകൊടുത്തിട്ടാണ് വന്നതെന്നായിരുന്നു സംസാരം. ഇതൊക്കെ പലവട്ടം ചർച്ചയായ കാര്യവുമാണ്. എന്നാൽ ഏകമകൾ മീനാക്ഷി ദിലീപ് അച്ഛന്റെ ഒപ്പം ആയതുകൊണ്ട് തന്നെ മഞ്ജുവിന്റെ സമ്പാദ്യം എല്ലാം സഹോദരൻ മധു വാര്യരുടെ മകൾക്ക് ആകുമെന്ന ചർച്ചകൾ വരെയുണ്ടായി. ഈ അടുത്ത കാലത്ത് ആ ചർച്ച സജീവമായിരുന്നു. എന്നാൽ മഞ്ജുവിന് അങ്ങനെ മകളെ വിട്ടുകളയാനാകുമോ? സമ്പാദ്യമെല്ലാം മീനുട്ടിക്ക് തന്നെ എന്നാണ് ഇപ്പോഴും ആരാധകരുടെ സംസാരം. മാത്രമല്ല, മഞ്ജുവും മീനാക്ഷിയും തമ്മിലുള്ള ബന്ധം സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ അറിയുന്നതാണ്. എന്തൊക്കെ സംഭവിച്ചാലും മഞ്ജു വാര്യർ മീനാക്ഷിയെ വിട്ടുകൊടുക്കില്ല. അത് ഉറപ്പിച്ച കാര്യമാണ്. 200 കോടിക്ക് മുകളിലാണ് മഞ്ജു വാര്യരുടെ ആസ്തി എന്നാണ് നിരവധി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ സ്വത്തുക്കളെല്ലാം മഞ്ജു എന്തായാലും മകൾക്ക് തന്നെ നൽകുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. എന്തായാലും മലയാളത്തിലെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിശേഷിപ്പിക്കുന്ന നടി മഞ്ജു വാര്യർക്ക് ഒറ്റ മകളല്ലേ? ദിലീപും മഞ്ജു വാര്യരും സിനിമയിൽ നിറഞ്ഞു നിന്ന ആ സമയം മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത കാലഘട്ടവുമാണ്. 16 വർഷത്തെ വിവാഹ ജീവിതത്തിന് ശേഷം മഞ്ജുവും ദിലീപും പിരിഞ്ഞെങ്കിലും മകളുടെ കാര്യത്തിന് ഓടി നടക്കുന്നത് ദിലീപ് തന്നെയാണ്. മഞ്ജുവിനെ എവിടെയും കണ്ടിട്ടുമില്ല. പക്ഷേ മകളുടെ പിന്നാലെ മഞ്ജു ഉണ്ടെന്ന വാർത്ത മാധ്യമങ്ങൾ പലപ്പോഴും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചെന്നൈയിൽ വെച്ച് മീനാക്ഷി ദിലീപ് ഡോക്ടറേറ്റ് വാങ്ങിയപ്പോഴും മഞ്ജു വാര്യർ ചെന്നൈയിൽ തന്നെ ഉണ്ടായിരുന്നു. ആ സമയത്ത് നിരവധി വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതിനാൽ തന്നെ മഞ്ജു മകൾക്കൊപ്പം തന്നെ ഉണ്ടെന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. സിനിമയിലേക്കുള്ള തിരിച്ചുവരവിന് ശേഷം വേറിട്ട കഥാപാത്രങ്ങളോടെയാണ് മഞ്ജു ആരാധകരിൽ എത്തിയത്. എല്ലാം ആരാധകർ ഇരു കൈ നീട്ടിയാണ് സ്വീകരിക്കുന്നത്. അഭിനയവും ഡാൻസും പാട്ടുമൊക്കെയായി സജീവമാണ് നടി ഇപ്പോൾ. ഒരുപക്ഷെ ദിലീപിനെ പോലും അമ്പരപ്പിച്ചാണ് നടിയുടെ യാത്രയുള്ളത്. തമിഴിലും മലയാളത്തിലുമെല്ലാം ഹിറ്റടിച്ച് മുന്നോട്ട് നീങ്ങുകയാണ് മഞ്ജു. മഞ്ജു മാത്രമല്ല, മഞ്ജുവിന്റെ സിനിമകൾ നോക്കുമ്പോൾ ഏറെ പിന്നിലാണ് ദിലീപും. വിജയെ നായകനാക്കി എച്ച് വിനോദ് സംവിധാനം ചെയ്യുന്ന ദളപതി 69 എന്ന് താൽക്കാലികമായി പേരിട്ട സിനിമയിൽ മഞ്ജു വാര്യരും ഉണ്ട് എന്ന ചർച്ചകൾ സജീവമാവുന്നുണ്ട്. ദളപതി 69 ഇതിനോടകം വാർത്തകൾ നിറഞ്ഞ സിനിമയാണ്. വിജയ് രാഷ്ട്രീയത്തിലേക്ക് പൂർണ്ണമായും ഇറങ്ങുന്നതിന് മുൻപ് അവസാനമായി ചെയ്യുന്ന സിനിമയായിരിക്കും ഇത്. ചിത്രത്തിൽ മമിത ബൈജു ഒരു പ്രധാന റോൾ ചെയ്യുന്നു എന്ന് വാർത്തകളുണ്ടായിരുന്നു. ജില്ലയ്ക്ക് ശേഷം മോഹൻലാലും വിജയും ഈ ചിത്രത്തിൽ വീണ്ടും ഒന്നിക്കുന്നു എന്ന വാർത്തകളും വന്നു. അതിന് പുറമെയാണ് ഇപ്പോൾ മഞ്ജു വാര്യരും ഉണ്ടെന്ന വാർത്തകൾ വരുന്നത്. അതേസമയം തമിഴകത്ത് തിരക്കേറുകയാണ് നടി മഞ്ജു വാര്യർക്ക്. അസുരനിലൂടെയാണ് മഞ്ജു തമിഴിൽ അരങ്ങേറിയത്. തമിഴ് അറിയാമെങ്കിലും അഭിനയിക്കാൻ അവസരം ലഭിച്ചപ്പോൾ താരം സ്വീകരിച്ചിരുന്നില്ല. അസുരനിലെ അഭിനേതർ മികച്ച പ്രതികരണങ്ങളായിരുന്നു ലഭിച്ചത്. ഇതോടെയാണ് കൂടുതൽ സിനിമകൾ തേടിയെത്തിയത്. അജിത്തിനൊപ്പവും അഭിനയിച്ച തുനിവ് റിലീസിന് തയ്യാറെടുക്കുകയാണ്. ഈ ചിത്രത്തിലേക്ക് തന്നെ അഭിനയിപ്പിക്കാനായി തീരുമാനിച്ച സംവിധായകനാണ് റിസ്ക് എടുത്തതെന്നായിരുന്നു മഞ്ജു പറഞ്ഞത്. പുതിയ ചിത്രം വേട്ടയാനിൽ സൂപ്പർ താരം രജനികാന്തിനൊപ്പമാണ് മഞ്ജു വാര്യർ അഭിനയിക്കുന്നത്. ധനുഷ്, അജിത് എന്നീ താരങ്ങൾക്കൊപ്പം നടി ചെയ്ത 2 സിനിമകളും സൂപ്പർ ഹിറ്റാണ്. മലയാളത്തിലേക്കാളും മികച്ച സിനിമകൾ ഇന്ന് മഞ്ജുവിന് ലഭിക്കുന്നത് തമിഴകത്തു നിന്നാണ്. മാത്രമല്ല, കോടികൾ പ്രതിഫലവും. തമിഴ് സിനിമാ ലോകവുമായി പെട്ടെന്ന് ഇഴകിച്ചേരാൻ മഞ്ജു വാര്യർക്ക് സാധിക്കുന്നുണ്ട്. തമിഴ് ഫിലിം ജേർണലിസ്റ്റുകളും യൂട്യൂബ് മീഡിയയിലെ പ്രമുഖ സാന്നിധ്യങ്ങളുമെല്ലാം മഞ്ജു വാര്യരെ പ്രശംസിച്ച് രംഗത്തെത്തുന്നതും കാണാം.